CPMന്റെ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സ്മിത സുന്ദരേശൻ ഇന്ന് BJPയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു വർഷങ്ങളായിട്ടുള്ള പാർട്ടി പ്രവർത്തകയാണ്. അപ്പോൾ അതിൽ നിന്നും ഇന്ന് CPM വിട്ട് BJPയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ മറ്റ് ചാനലുകാരോടെല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ് CPM ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂല്യച്യുതി അതുതന്നെയാണ്. അതിലുപരിയായിട്ട് വർക്കല നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയണ്ടേ വ്യക്തി താല്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അവിടെ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടാണ് അവർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൽ ന്യായവും നീതിയും ഒന്നുമില്ലാത്ത ഒരു തരത്തിലുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ശക്തമായ വിയോജിപ്പ്, അത് പെട്ടെന്നുണ്ടായതല്ല, കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഞാനത് പല അവസരങ്ങളിലും എൻ്റെ ആ വിയോജിപ്പ് ഞാൻ എൻ്റെ ഘടകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരിടത്തുനിന്നും ന്യായമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കതിൽ തുടർന്നു പോകുന്നതിന് കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് വൈഷമ്യമുണ്ട്. പാർട്ടിയിൽ പരാതി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള മറുപടി എന്തായിരുന്നു? ഇല്ല, ഞാൻ ഇപ്പോൾ കുറച്ച്, അതായത് ഒരു 2 വർഷത്തോളമായി ഞാൻ ഒരു കാര്യത്തിനും പരാതിയൊന്നും ഉന്നയിക്കാറില്ല. പക്ഷേ എൻ്റെ പാർട്ടി ഘടകത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം, അത് എൻ്റെ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറയുമായിരുന്നു. അതേ ഉള്ളൂ. അല്ല, തുടക്കത്തിൽ ഞാൻ ഒത്തിരി പരാതികൾ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ന്യായമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ളൊരു പരിഗണന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ CPMൽ നിന്ന് BJPയിലേക്ക് എന്ന് പറയുമ്പോൾ ആശയപരമായിട്ട് 2 ധ്രുവങ്ങളിലുള്ള പാർട്ടികളാണ്. എന്തുകൊണ്ടാണ് BJP തിരഞ്ഞെടുക്കാൻ കാരണം? തീർച്ചയായിട്ടും ആശയപരമായിട്ട് 2 ധ്രുവങ്ങളിൽ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരു പുരോഗതി ഉണ്ടാകുക. വികസനങ്ങൾ നോക്കിയാലും അല്ലെങ്കിൽ യുവാക്കളുടെ കാര്യങ്ങളെടുത്താലും വിദ്യാഭ്യാസ മേഖല എടുത്താലും ഒക്കെ നമുക്കതാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ വർക്കലയിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ ആരോടും നടത്തിയിട്ടില്ല. അവിടെ ഇപ്പോഴത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V. ജോയി, അദ്ദേഹത്തിൻ്റെ പേര് വരുന്നതിന് മുമ്പ് തന്നെ മറ്റു ഒട്ടനവധി ആൾക്കാരുടെ പേരുകൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ്. അതിലൊന്നും തന്നെ എൻ്റെ പേരുണ്ടായിട്ടില്ല. പലരും ചെയ്യുന്നത് പോലുള്ള PR വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും എൻ്റെ പേര് എങ്ങും വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും വർക്കലയിലെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ വർക്കലയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി താങ്കളെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളൊരു വാർത്തയുണ്ട്. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ അറിയില്ല. ഞാനിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. അതുമാത്രമാണ് എനിക്കറിയാവുന്നത്. ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി ഉണ്ടാകുക? എന്തായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് BJP ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് BJPയുമായി ഇനി തുടർന്ന് മുന്നോട്ട് പോകുക, വികസിത കേരളം എന്ന കാഴ്ചപ്പാടിലൂന്നി പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് സ്മിത സുന്ദരേശൻ പറയുന്നത്. ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.